ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ തബ്ലീഗ് ജമാഅത്തിൻ്റെ പിഴവുകൾ, അതിൻ്റെ ദർസുകൾ എടുക്കുകയാണ്. തബ്ലീഗ് ജമാഅത്തിനെയും അതേപോലെ സമൂഹത്തിനെയും ഉണർത്താൻ അവരിൽ വിശ്വാസത്തിൽ പിഴവുകളുണ്ട്, മന്നജിൽ പിഴവുകളുണ്ട്, ബിദ്അത്തുണ്ട് എന്നുണർത്താൻ. കാരണം അധിക പേർക്കും ഇതറിയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തബ്ലീഗുകാർ കുറേ ആളെ നന്നാക്കുന്നുണ്ട്, അവരുടെ പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്, അവരെ വിമർശിക്കരുത് എന്നിവരെ പറയുന്നവരുണ്ട്. ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ വിമർശിക്കുന്നവർ ചെയ്യുന്നത് വലിയ തെറ്റാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നവർ തന്നെ സമൂഹത്തിൽ ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം അവർക്ക് യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ദർസുകൾ എടുക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കി, തബ്ലീഗ് ജമാഅത്തിന് അതിൻ്റെ സ്ഥാപക നേതാവിന് 4 തരീഖത്തുകളുണ്ട്. ഈ 4 തരീഖത്തിൽ ഒന്നുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ല, തരീഖത്തല്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഈ 4 തരീഖത്തും പിഴച്ചതാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഈ ദർസിൽ നമ്മൾ സ്ഥാപക നേതാവ് മുഹമ്മദ് ഇല്യാസിൻ്റെയും പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന രീതിശാസ്ത്രത്തിൻ്റെയും പിഴവുകൾ നമുക്ക് നോക്കാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ തബ്ലീഗ് ജമാഅത്തിന് സ്ഥാപക നേതാവുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പിന്നീട് വന്ന കക്ഷികൾ, സംഘടനകൾ, അതിനൊക്കെ ഒരു സ്ഥാപക നേതാവുണ്ടാവും. ബാറക്കല്ലാഹു ഫീക്കും. ഈ സ്ഥാപക നേതാവിന് അദ്ദേഹത്തിൻ്റെതായ രീതിശാസ്ത്രവും മൻഹജും ഒക്കെ ഉണ്ടാവും, തത്വങ്ങളൊക്കെ ഉണ്ടാവും. അവയൊന്നും തന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതല്ല. ചിലപ്പോൾ അതിന് വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് ഇവരുടെ കിതാബുകളും സലഫുകളുടെ കിതാബുകളും വേർതിരിയുന്നത് ഇവിടെയാണ്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഈ സ്ഥാപക നേതാവ് കൊണ്ടുവന്നതൊക്കെ, സ്ഥാപക നേതാക്കൾ കൊണ്ടുവന്നതൊക്കെ എന്താണ്? പുതിയ രീതികളും തത്വങ്ങളുമാണ്. അത് സഹാബത്തിൻ്റെ റളിയല്ലാഹുവിൻ്റെ രീതികളോ തത്വങ്ങളോ അവർ പഠിപ്പിച്ചതോ അവർ മനസ്സിലാക്കിയതോ അല്ല. ബാറക്കല്ലാഹു ഫീക്കും. മൗലാന മുഹമ്മദ് ഇല്യാസിൻ്റെ ജീവിതത്തെക്കുറിച്ച് അബുൽ ഹസൻ അലി നദവി എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് മൗലാന മുഹമ്മദ് ഇല്യാസ് ജീവിതവും ദൗത്യവും. അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ഹാഫിൾ പി ഇസ്ഹാഖ് മൗലവി അൽ ഖാസിമിയാണ്. അത് മുഫക്കറുൽ ഇസ്ലാം ഫൗണ്ടേഷനാണ് പ്രസിദ്ധീകരിച്ചത്, കോഴിക്കോട് നിന്ന്. അതിൽ 100-ാം പേജിൽ പറയുന്നത്, വഴിയാത്രക്കാരോട് സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറാനും അവരെ വെള്ളവും ഹുക്കയും നൽകി സ്വീകരിക്കാനും മതകാര്യങ്ങൾ പഠിക്കുന്നതിൽ അവരെ തൽപരരാക്കാനും ഡൽഹിയിലെയും മേവാത്തിലെയും പ്രവർത്തകരെയും മൗലാന പ്രേരിപ്പിച്ചു. അജ്മീറിൽ ഉറൂസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉത്സവം നടക്കുന്ന അവസരങ്ങളിൽ വഴിയോരത്ത് ജനങ്ങൾക്ക് വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഹുക്ക വലിക്കാനുള്ള സൗകര്യങ്ങൾ മൗലാനയുടെ നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയിരുന്നു. അവിടെ സന്ദർശകന്മാർ സ്നേഹപുരസ്സരം പരിചരിക്കപ്പെട്ടു. ആ വിശ്രമ കേന്ദ്രങ്ങളിൽ വെച്ച് ഉറൂസിനെത്തുന്നവർക്ക് മതകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും അവസരം ലഭിച്ചു. ചില അവസരങ്ങളിൽ മൗലാന ചില പണ്ഡിതന്മാരെ ഈ വിശ്രമ കേന്ദ്രങ്ങളിലേക്ക് നിയോഗിച്ചു. അതിൻ്റെ ഫലമായി എത്രയോ പേർക്ക് അള്ളാഹുവിൻ്റെ മഹിതമായ സന്ദേശം എത്തിക്കാനും മാർഗദർശനം നൽകാനും കഴിഞ്ഞു.
ഇതാണ് പേജ് 100 പറയുന്നത്. ഇലിയാസിൻ്റെ ജീവിതവും ദൗത്യം എന്ന പുസ്തകം അബുൽ ഹസൻ അലി നദ്വി എഴുതിയത്. ബാറക്കല്ലാഹു ഫീക്കും. അത് മലയാളത്തിൽ ലഭ്യമാണ്. മുഫക്കറുൽ ഇസ്ലാം ഫൗണ്ടേഷൻ്റെതാണത്. ഇനി അജ്മീറിലെ ഉറൂസിന് വരുന്നവർക്ക് വെള്ളവും ഹുക്കയും നൽകി അവർക്ക് മതകാര്യങ്ങൾ പഠിപ്പിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു മുഹമ്മദ് ഇലിയാസ്. എന്നാൽ ഈ വരുന്നവരോട് നരകത്തിൽ സ്ഥിരതാമസത്തിന് കാരണമാകുന്ന ഷിർക്കിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഉറൂസിന് പോകരുത് എന്ന് പഠിപ്പിക്കുന്നില്ല. മറിച്ച് വെള്ളവും ഹുക്കയും നൽകി പോകാൻ പ്രോത്സാഹനം നൽകുന്നു. കാരണം ഇവിടെ ആ ഉറൂസിന് പോകുന്നതിനെ തടഞ്ഞു മൗലാന ഇലിയാസ് എന്ന് അബുൽ ഹസൻ നദ്വി പറയുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ വെള്ളവും ഹുക്കയും നൽകി പോകാൻ പ്രോത്സാഹനം നൽകുന്നു, വെള്ളയും ഹുക്കയും നൽകി സൗകര്യം ചെയ്തു എന്ന് പറഞ്ഞതിനേക്കാൾ പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും പറയേണ്ടത് ഉറൂസിന് പോകരുത് എന്ന് പറയലാണ്. അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുമല്ലോ. കാരണം അതാണല്ലോ ഏറ്റവും പ്രധാനം. വെള്ളവും ഹുക്കയും നൽകലല്ലോ. ഇവർക്ക് മതകാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നത് തൗഹീദു റുബൂബിയത്ത് മാത്രമാണ്. അതറിയപ്പെട്ടതാണ്. തബ്ലീഗ് ജമാഅത്ത് തൗഹീദ് റുബൂബിയത്തെ പറയുള്ളൂ. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു റബ്ബാണ് എന്ന്. അതായത് അള്ളാഹു ചെയ്യുന്ന കർമ്മങ്ങൾ. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്, അള്ളാഹുവാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന അള്ളാഹു ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് മാത്രമേ തബ്ലീഗ് ജമാഅത്ത് പറയുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഉലൂഹിയത്തിലും അസ്മാഉ സിഫാത്തിലും പിഴവ് സംഭവിച്ചത്. കാരണം അവരത് പഠിക്കുന്നില്ല. അതോ അവരിലേക്ക് വന്നതോ പിഴച്ച വിശ്വാസങ്ങളും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അള്ളാഹുവാണ് സൃഷ്ടാവ്, ഉപജീവനം നൽകുന്നത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നതാണ് തൗഹീദ് റുബൂബിയത്ത്. കാരണം അതാണ് തബ്ലീഗ് ജമാഅത്ത് പഠിപ്പിക്കുന്നത്. ഇത് അബൂ ജഹലിനും അബൂ ലഹബിനും മക്ക മുശ്രിക്കുകൾക്കും അറിയുന്ന കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ ഫയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ. ഇത് സൂറത്ത് യൂനുസ് 10-ാം അധ്യായം 31-ാം വചനമാണ്. നബിയെ പറയുക, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ആരാണ്? അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചകളും അധീനമാക്കുന്നത് ആരാണ്? നിർജീവ വസ്തുവിൽ നിന്ന് ജീവവസ്തുവെ പുറപ്പെടുവിക്കുകയും ജീവവസ്തുവിൽ നിന്ന് നിർജീവ വസ്തുവെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് ആരാണ്? കാര്യം നിയന്ത്രിക്കുന്നത് ആരാണ്? അപ്പോൾ മക്ക മുശ്രിക്കുകൾ മറുപടി പറയും, എന്താ? അല്ലാഹു എന്ന്. അപ്പോൾ അവരോട് പറയുക, എന്നിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അപ്പോൾ ഈ വിശ്വാസമുണ്ടായിട്ടും എന്നാൽ മക്ക മുശ്രിക്കുകൾ ഷിർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് അവർ നരകത്തിൽ സ്ഥിരതാമസത്തിന് കാരണമായി. അപ്പോൾ ഇവിടെ മക്ക മുശ്രിക്കുകളോട് ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ വ്യക്തമായി മറുപടി പറഞ്ഞു, അല്ലാഹു. അപ്പം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാൻ, അഫലാ തത്തഖൂൻ, അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? പിന്നെ തഫ്സീറിൽ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ എന്താ പറഞ്ഞേ? അപ്പം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? അപ്പോൾ അള്ളാഹു റബ്ബാണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ട് മക്ക മുശ്രിക്കുകൾ. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമല്ലേ ആരാധിക്കാൻ പാടുള്ളൂ? അപ്പോൾ തബ്ലീഗ് ജമാഅത്തും ഈ തൗഹീദ് റുബൂബിയത്തെ പറയുന്നുള്ളൂ, ഈ ഉലൂഹിയത്ത് പറയുന്നില്ല. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയം അവർ വിശദമായി ആഴത്തിൽ പഠിപ്പിക്കുന്നില്ല സമൂഹത്തിൽ. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, പ്രബോധനം ചെയ്യുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. തൗഹീദുൽ ഉലൂഹിയത്ത് അഥവാ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി
ഒരിലാഹുമില്ല എന്ന എല്ലാ ദൂതന്മാരെയും അയക്കാൻ കാരണമായ അടിസ്ഥാനം വിശദമായി തബ്ലീഗ് ജമാഅത്ത് പഠിപ്പിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത. തീർച്ചയായും ഓരോ സമുദായത്തിലും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും താഗൂത്തിനെ, അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെയും, താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളും, അവയെ വെടിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് എല്ലാ റസൂലിനെയും അയച്ചത്. എല്ലാ റസൂലിനെയും എല്ലാ സമുദായത്തിലേക്കും അയച്ചിട്ടുണ്ട്. ഇത് സൂറത്തുൻ നഹൽ 16-ാം അധ്യായം 36-ാം വചനമാണ്. അതുകൊണ്ടാണ് ഉറൂസിന് പോകരുത് എന്ന് അതിന് അടുത്തുണ്ടായിരുന്നിട്ടും മുഹമ്മദ് ഇലിയാസ് വിലക്കാത്തതും അവർക്ക് വെള്ളവും ഹുക്കയും നൽകി പോകാൻ പ്രോത്സാഹനം നൽകുന്നതും. അപ്പോൾ മുഹമ്മദ് ഇലിയാസിനെ ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് അടിസ്ഥാന വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഈ ഉറൂസിന് വരുന്നവർക്ക് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും പ്രേരിപ്പിക്കും. തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമായ അമലുകളുടെ മഹത്വങ്ങളിൽ അതാണല്ലോ പഠിപ്പിക്കുന്നത്. അതിൽ ശിർക്കിനെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ മൂന്നാമത്തെ ദർസിൽ മനസ്സിലാക്കിയല്ലോ. പക്ഷേ ഉറൂസിന് പോകുന്നവരുടെ ശിർക്ക് തടയാതെ ഈ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചാൽ അതൊന്നും സ്വീകരിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു വലഖദ് ഔഹൈന ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്തബന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, നിനക്കും നിൻ്റെ മുമ്പുള്ളവരിലേക്കും തീർച്ചയായും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നീ അള്ളാഹുവിനോട് പങ്കു ചേർത്തുവെങ്കിൽ, ശിർക്ക് ചെയ്തുവെങ്കിൽ നിശ്ചയമായും നിൻ്റെ കർമ്മം മുഴുവൻ നിഷ്ഫലമായി പോകും. നിശ്ചയമായും നീ നഷ്ടക്കാരിൽ പെട്ടവനായി തീരുകയും ചെയ്യും. ഇത് 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 65-ാം വചനമാണ്. അതുകൊണ്ട് ഷിർക്ക് കർമ്മങ്ങളെ മുഴുവൻ നിഷ്ഫലമാക്കും, നരകത്തിൽ സ്ഥിരവാസത്തിന് കാരണമാകും, സ്വർഗം കാണുകയില്ല. നിസ്കരിച്ചതുകൊണ്ടോ നോമ്പ് നോറ്റതുകൊണ്ടോ കുറേ ഹജ്ജ് ചെയ്തുകൊണ്ടോ ഉംറ ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല എന്ന് അള്ളാഹു ഇവിടെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ഇതേ പുസ്തകത്തിൽ 147, 148 പറയാണ്, മൗലാന മുഹമ്മദ് ഇലിയാസ്, അതായത് അബുൽ ഹസൻ അലി നദ്വി പറയാണ്, മൗലാന മുഹമ്മദ് ഇലിയാസ് പൂർണ്ണമായും ഈ പ്രവർത്തനത്തിൽ വ്യാപൃതനായി. തന്നോട് ഏലസ് ആവശ്യപ്പെട്ട ഒരു വ്യക്തിക്ക് മൗലാന ഇപ്രകാരം എഴുതി: സഹോദരാ, അള്ളാഹു താങ്കൾക്ക് സന്തുഷ്ടി പ്രദാനം ചെയ്യട്ടെ. ഏലസ്, ഉറുക്ക് എന്നിവയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ അതേക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ എന്നിൽ നിന്നും പഠിക്കാനായാൽ താങ്കൾക്കത് ഏറെ പ്രയോജനപ്പെടും. ഇഹപരമായ സൗഭാഗ്യങ്ങൾ കരഗതമാക്കാനായി തബ്ലീഗ് പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ടു കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏലസ് ആവശ്യപ്പെട്ട മറ്റൊരാൾക്ക് മൗലാന എഴുതിയത് ഇപ്രകാരമാണ്: ഏലസും ഉറുക്കും എനിക്കറിയില്ല. എൻ്റെ അടുക്കൽ സർവ്വരോഗങ്ങൾക്കുമുള്ള ശമനാഔഷധം തബ്ലീഗാണ്. ഇസ്ലാമിൻ്റെ പ്രചാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. സമാനമായ ആവശ്യമുന്നയിച്ച മൂന്നാമതൊരു വ്യക്തിക്ക് മൗലാന ഇപ്രകാരം എഴുതി: സഹോദരാ, മന്ത്രം എൻ്റെ ഏർപ്പാടല്ല. ഏലസും ഉറുക്കും ഉണ്ടാക്കുന്ന ആളല്ല ഞാൻ. ഒരു പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന വിവരം കുറഞ്ഞ വ്യക്തിയാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യവും കരുണയും കൃപയും നേടുക വഴി മരണാനന്തര ജീവിതം സൗഭാഗ്യകരമാക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ.
നബിയുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ എനിക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ ഈ പ്രവർത്തനങ്ങളിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. താങ്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ ഉദ്യമത്തിൽ പങ്കാളികളാകാം. ഇത് ഇലിയാസിൻ്റെ ജീവിതവും ദൗത്യം 147 പേജിലാണ്. ഇവിടെ മുഹമ്മദ് ഇലിയാസ് പറയുന്നത് ഉറുക്ക് ഏലസിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, അദ്ദേഹം അത് പഠിച്ചിട്ടില്ല, അതെൻ്റെ ഏർപ്പാടല്ല, അതുണ്ടാക്കുന്ന ആളല്ല ഞാനെന്നാണ്. സൗദുബില്ല. ഇങ്ങനെയാണ് ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഇത്ര ഗൗരവമായൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ മറുപടി പറയേണ്ടത്? ഇതിൽ ഭരമേൽപ്പിക്കുന്നത് ഷിർക്കാണെന്നും കയ്യിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ചു കളയണമെന്നും പറഞ്ഞു കൊടുക്കേണ്ടേ? ഈ ബാലപാഠം അറിയില്ല, ഷിർക്ക് എന്താണെന്ന് പഠിക്കുന്നില്ല. അത് കൊണ്ട് ആ വൻ പാപത്തെ തടയുന്നില്ല. തിന്മ തടയണമെന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് മൗലാന ഇലിയാസ് പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ സ്വർഗത്തിൻ്റെ പ്രവർത്തനം ചെയ്യാണെന്നാണ് പറയുന്നത്. ഇതാണോ സ്വർഗത്തിൻ്റെ പ്രവർത്തനം? അല്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? ഇവർക്ക് വിജ്ഞാനമില്ല. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. ഈ പുസ്തകം എഴുതിയ അബുൽ ഹസൻ അലി നദ്വിയും ഇതെല്ലാം അംഗീകരിക്കുന്നു എന്നത് തെളിയിക്കുന്നത് ഇവർക്കൊന്നും ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ അറിയില്ല എന്ന വസ്തുതയാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്ത് ഒരു പിഴച്ച കക്ഷിയാണ്, അപകടമാണ്. കണ്ടോ, ഉറുക്കിനെ ഏലസിനെ കുറിച്ച് ഒന്നും അറിയില്ല, പഠിച്ചിട്ടില്ല എന്നാണ് മറുപടി പറയുന്നത്. ഇങ്ങനെയാണോ ഒരു പണ്ഡിതന് മറുപടി പറയേണ്ടത്? അത് തടയണ്ടേ? അതിൽ ഭരമേൽപ്പിക്കുന്നത് പാടില്ല, ഷിർക്കാണ്, അത് എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കണം എന്നല്ലേ ഉപദേശിക്കേണ്ടത്? അതാ പറഞ്ഞത്, ഇവർക്ക് തൗഹീദുൽ ഉലൂഹിയത്ത് അറിയില്ല, അത് പറയുന്നില്ല, അത് പ്രബോധനം ചെയ്യുന്നില്ല. ഇനി മുഹമ്മദ് ഇലിയാസ് ഖുർആനിലെ വചനം കുന്തു ഖൈറു ഉമ്മത്തിൻ ഉഖ്റിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായമാകുന്നു, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന വചനം. ഇത് സൂറത്ത് ആലി ഇമ്രാൻ 3-ാം അധ്യായം 110-ാം വചനമാണ്. ഈ ആയത്തിന് സ്വപ്നത്തിലാണ് അദ്ദേഹം പുതിയ വ്യാഖ്യാനം കണ്ടെത്തുന്നത്. സ്വപ്നം, അതായത് ഇൽഹാം കണ്ടതിന് ശേഷമാണ് അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രബോധന രീതി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ മൽഫൂല അദ്ദേഹം പറയുന്നുണ്ട് മൽഫൂലാത്തിൽ. തബ്ലീഗി തരീഖത്ത് എന്നാണ് പറഞ്ഞത്. തബ്ലീഗി തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തബ്ലീഗിൻ്റെ മൻഹജ്, അതിൻ്റെ രീതിശാസ്ത്രം, അതായത് തബ്ലീഗ് പ്രബോധനം എങ്ങനെ ചെയ്യണം എന്ന രീതിശാസ്ത്രം, അത് ഈ സ്വപ്നത്തിലൂടെ പിന്നെ പുതിയ വ്യാഖ്യാനത്തിലൂടെ ആണ് അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിൻ്റെ ഈ രീതി തരീഖത്ത് തബ്ലീഗ് ജമാഅത്തിൽ ഉണ്ടാക്കിയത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പുറപ്പെടൽ ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. ലറൂറത്ത് ഹോഗി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് ഉറുദുവിൽ കൊടുത്തത്. ലറൂറത്ത് ഹോഗി, ഇത് ഉറുദുവിലാണ് കൊടുത്തത്. തബ്ലീഗ് ജമാഅത്തിൻ്റെ തരീഖത്ത്. മനസ്സിലായോ? ബാറക്കല്ലാഹു ഫീക്കും. ഇതെല്ലാം മൽഫൂദാത്ത് എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം. മലയാളത്തിൽ ഇതിനെ ഇൽഹാം എന്നാണ് എഴുതിയത്, അഥവാ ഇൽഹാം എന്ന് പറഞ്ഞാൽ സ്വപ്നാണ്. ബാറക്കല്ലാഹു ഫീക്കും. മലയാളത്തിലെ പുസ്തകങ്ങൾ പിന്നെ ഇലിയാസിൻ്റെ മൊഴിമുത്തുകൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൻ്റെ ക്രോഡീകരണം മൗലാന മുഹമ്മദ് മൻസൂർ നുമാനിയാണ്.
അതിൻ്റെ വിവർത്തനം ചെയ്തത് മലയാളത്തിൽ കിട്ടും മുഹമ്മദ് ജുബൈർ അൽ കൗസരി. അതിൻ്റെയും പ്രസാധനം മുഫക്കിറുൽ ഇസ്ലാം ഫൗണ്ടേഷനാണ്. അതിൻ്റെ ഫസ്റ്റ് എഡിഷനിൽ പേജ് 2018 ഓഗസ്റ്റ് പേജ് 22 കാണാം ഇങ്ങനെ ഇൽഹാം എന്ന് എഴുതിയത്, സ്വപ്നത്തിലാണ് എന്ന് എഴുതിയത്. അതേപോലെ നേരത്തെ വായിച്ച അതേ പുസ്തകം മൗലാന മുഹമ്മദ് ഇലിയാസ് ജീവിതം ദൗത്യം, അബുൽ ഹസൻ അലി നദ്വി എഴുതിയ ഈ പുസ്തകം, അതിൽ പേജ് 54 കാണാം ഈ ഇൽഹാം എന്ന് എഴുതിയത്. സ്വപ്നത്തിലൂടെയാണ് ഈ തബ്ലീഗ് ജമാഅത്തിൻ്റെ മൻഹജ് രീതി സ്ഥാപിക്കപ്പെട്ടത്. ബാറക്കല്ലാഹു ഫീക്കും. മൻഹജ് ഖുർആനിൽ വന്നതാണ്. സൂറത്തുൽ മാഇദയിലെ 5-ാം അധ്യായം 48-ാം വചനം, ലികുല്ലി ജഅൽനാ മിൻകും ശിർഅത്തൻ വ മിൻഹാജൻ. അപ്പോൾ എല്ലാ ഉമ്മത്തിനും അതിൻ്റേതായ ശരീഅത്തും മൻഹജും ഉണ്ട്. ആ ശരീഅത്തും മൻഹജും പിന്നെ മാറ്റാൻ പാടില്ല, പുതിയത് കൊണ്ടുവരാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻഹജ്, അത് സഹാബാക്കൾ അമലാക്കിയ മൻഹജ്, അതിൽ പിന്നെ മാറ്റം വരുത്താൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ മൻഹജിൽ അവരെന്താണ് മാറ്റം വരുത്തി. അങ്ങനെ ഈ സ്വപ്നത്തിലൂടെയാണ് മുഹമ്മദ് ഇലിയാസ് ഇങ്ങനെ ജമാഅത്തിന് മസ്ജിദ് കേന്ദ്രീകരിച്ച് ജമാഅത്തിന് പോകാനുള്ള പുതിയ നിയമം കൊണ്ടുവന്നത്. ബാറക്കല്ലാഹു ഫീക്കും. 3 ദിവസം, 10 ദിവസം, 40 ദിവസം, 4 മാസം, ജീവിതകാലത്ത് 1 വർഷമെങ്കിലും എന്നിങ്ങനെ ഒരു പുതിയ നിയമം മുസ്ലിം സമൂഹത്തിൽ കേട്ടുകേൾവിയില്ലാത്ത, പണ്ഡിതന്മാരാരും പറയാത്ത പുതിയൊരു രീതി, പുതിയൊരു മൻഹജ്, അള്ളാഹു പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബാക്കൾ പഠിപ്പിക്കാത്ത, പിന്നെ കഴിഞ്ഞുപോയ മദ്ഹബിൻ്റെ 4 ഇമാമുകൾ, ഇവരൊക്കെ ഖുർആനിൻ്റെ ഹാഫിളുകളും മഹാന്മാരായ പണ്ഡിതന്മാരുമല്ലേ ഈ മദ്ഹബിൻ്റെ 4 ഇമാമുകൾ. അവർ കൊണ്ടുവരാത്ത, പിന്നെ 6 ഹദീസുകളുടെ ഇമാമുകൾ, അവർ കൊണ്ടുവരാത്ത പുതിയ ഒരു വ്യാഖ്യാനം സ്വപ്നത്തിലൂടെ കണ്ടിട്ടാണ് തബ്ലീഗ് ജമാഅത്തിൻ്റെ ഈ പ്രവർത്തനം അദ്ദേഹം ഒരു നിയമമാക്കി കൊണ്ടുവന്നത്. 3 ദിവസം, 10 ദിവസം, 4 മാസം, 40 ദിവസം, 1 വർഷം എന്നിങ്ങനെ അങ്ങനെ ഒരു ക്രമം, തർത്തീബ് കൊണ്ടുവന്നു. ബാറക്കല്ലാഹു ഫീക്കും. എങ്ങനെ അത് കൊണ്ടുവന്നത്? സ്വപ്നത്തിലൂടെ. ബാറക്കല്ലാഹു ഫീക്കും. നമുക്ക് സ്വപ്നത്തിനെ കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആനാണ്, പിന്നെ ഹദീസ്, പിന്നെ സഹാബികളുടെ ആസാറുകൾ, അവസാനം അറബി ഭാഷ. അല്ലാതെ സ്വപ്നത്തിലൂടെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആർക്കും തന്നെ സ്വപ്നം കൊണ്ട് ഇസ്ലാമിൽ പുതിയ നിയമം, രീതി, മൻഹജ് ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിനെ അള്ളാഹു പൂർത്തിയാക്കി തന്നു. അള്ളാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. ഇത് സൂറത്ത് മാഇദ 5-ാം അധ്യായത്തിലെ അവസാനത്തെ 3-ാം വചനത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങളാണ്. പൂർവികരും ആധുനികരുമായ പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് കാണുക സ്വപ്നത്തെക്കുറിച്ച്. ബാറക്കല്ലാഹു ഫീക്കും. ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു. ആരാ ഇബ്നു ഹജർ അൽ അസ്കലാനി? സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനമായ ഫതുൽ ബാരി എഴുതിയ ഹദീസ് തഫ്സീറിൻ്റെ ഇമാം എന്നറിയപ്പെട്ട പണ്ഡിതനാണ് മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, റുയ മനാം ഫലാ ഹുജ്ജ, സ്വപ്നം തെളിവല്ല. ഇത് ഫതുൽ ബാരി വോളിയം 9 പേജ് 145 കാണാം.
ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു, മുസ്ലിം ലോകത്ത് അറിയപ്പെട്ട തഫ്സീറാണ് പൂർവികനായ മഹാനായ പണ്ഡിതൻ ഇബ്നു കസീർ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, വഹാദാ മനാം ലം യതറത്തബ് അലൈഹി ഹുക്മു ശർഈ, സ്വപ്നം ശരീഅത്തിൻ്റെ നിയമമല്ല. ഇത് അൽ ബിദായ വൽ നിഹായ വോളിയം 1 പേജ് 105, 106 കാണാം. അതേപോലെ മഹാനായ പണ്ഡിതൻ ഹാഫിദ് അൽ ഇറാഖി റഹിമഹുല്ലാ പറഞ്ഞു, അന്നഹു ലൗ അഖ്ബർ സാദിഖുൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നൗമി യഹ്കുമു ശർഈ മുഖാലിഫു ലമാ തഖറഉ ഫി ശരീഅത്തി ലം നഅ്തമിദുഹു. വിശ്വസ്തനായ ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ ശരീഅത്തിന് വിരുദ്ധമായ വിവരം നൽകിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സ്വപ്നത്തെ ആശ്രയിക്കില്ല. ഉണ്ടോ? വിശ്വസ്തനായ ആര് പറഞ്ഞാലും ആ വിശ്വസ്തനായ ആൾ എന്താ പറഞ്ഞേ? സ്വപ്നത്തിൽ കണ്ടത് അത് ശരീഅത്തിന് വിരുദ്ധമായതാണെങ്കിൽ ഞങ്ങൾ ആ സ്വപ്നത്തെ ആശ്രയിക്കില്ല. ഇത് തർഹീബ് 8-ാം വോളിയം 215 പേജിൽ കാണാം. അതേപോലെ ഹാഫിദ് ഷാത്തിബി റഹിമഹുല്ലാ പറഞ്ഞു, ചിലപ്പോൾ ചിലർ പറയും, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എനിക്ക് ഈ കാര്യങ്ങൾ നിർദ്ദേശിച്ചു. ശേഷം അവനത് പരിശീലിക്കാൻ തുടങ്ങുന്നു. ഇതുമൂലം അവൻ അതിരുകൾ വിട്ടുപോകുന്നു. തെറ്റാണിത്. കാരണം ഒരു വിഷയത്തിലും പ്രവാചകനല്ലാത്തവരുടെ സ്വപ്നം പ്രവാചകൻ അനുമതി നൽകാത്തതും ഇസ്ലാമിക നിയമത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ കഴിയില്ല. മാത്രമല്ല, നമ്മുടെ പക്കലുള്ള ഇസ്ലാമിക നിയമത്തെ നമുക്ക് നിരാകരിക്കാനാവില്ല. ശരീഅത്തിനോട് ഏറ്റുമുട്ടുന്ന സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുകയും നിരസിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇത് അൽ ഇത്തിസാം പേജ് 184 കാണാം. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഷെയ്ഖ് അഹ്മദ് ബിൻ യഹിയ അൻ നജ്മി റഹിമഹുല്ലാ പറഞ്ഞു, അദ്ദേഹം ആധുനിക പണ്ഡിതനാണ്, മഹാനായ പണ്ഡിതനാണ്. ഇന്നൽ ഖുർആന ലാ യുഫസ്സിറു ബിൽ കുശ്വഫാത്ത് വൽ അഹ്ലാം ഉസ്സൂഫിയ അല്ലത്തി യകൂനു അഗ്ലബുഹ ബൽ കുല്ലുഹ മിൻ വഹ്യി ശൈത്താൻ. ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നത് കുശൂഫാത്ത് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ വെളിപ്പെടുത്തലുകൾ, സൂഫി സ്വപ്നങ്ങൾ എന്നിവയിലൂടെയല്ല. അവയിൽ ഭൂരിഭാഗവും അല്ല, അവയെല്ലാം തന്നെ പിശാചിൻ്റെ പ്രചോദനത്തിൽ നിന്നാണ്. അത് പിശാചിൻ്റെ വഹിയാണ്. അപ്പോൾ എന്താണ്? ശരീഅത്തിന് വിരുദ്ധമായി കാണുന്നത് അത് നന്മയല്ല. ശരീഅത്തിന് വിരുദ്ധമായൊരു സ്വപ്നം കണ്ടിട്ട് അത് ഇസ്ലാം ദീനിലുള്ളതാണ് എന്ന് പറയുന്നത് ആര് പറഞ്ഞു കൊടുക്കുന്നതാ? അത് ശൈത്താൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് നല്ല സ്വപ്നമല്ല, അത് ദുഷിച്ച സ്വപ്നമാണ്. ഷെയ്ഖ് അഹ്മദ് ബിൻ യഹിയ അൻ നജ്മി ഇത് പറഞ്ഞത് അൽ ഫതാവ അൽ ജലിയ അനിൽ മനാഹിജ് അദ്ദാവിയ പേജ് 51-55. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് സ്വപ്നത്തിലൂടെ പുതിയ വ്യാഖ്യാനം, പുതിയ രീതി, മൻഹജ് 3 ദിവസം, 10 ദിവസം, 40 ദിവസം, 4 മാസം, കുടുംബവും കച്ചവടവും നാടും വീടും വിട്ട് ദീനിൻ്റെ പരിശ്രമമെന്ന് പറഞ്ഞ് വിജ്ഞാനമില്ലാത്തവർ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അള്ളാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ റളിയല്ലാഹു അൻഹും മദ്ഹബിലെ 4 ഇമാമുകളോ 6 ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഇമാമുകളോ റഹിമഹുമുല്ലാ അഥവാ സലഫുകൾ പഠിപ്പിക്കാത്ത പുതിയൊരു രീതി ഷെയ്ഖ് അഹ്മദ് ബിൻ യഹിയ അൻ നജ്മി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ അത് പിശാചിൻ്റെ പ്രചോദനത്തിൽ നിന്ന്
നിന്നാണ്. അത് പിശാചിൻ്റെ വഹിയാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തനം, പരിശ്രമം ഇസ്ലാമികമല്ല. അത് പരലോകത്ത് നഷ്ടത്തിന് കാരണമാകും. അവരുടെ മൻഹജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെയും പൂർവികരായ സലഫുകളുടെയും ഇമാമുകളുടെയും ഒന്നും മൻഹജല്ല. അതിൽ നിന്ന് തെറ്റിയ വ്യതിചലിച്ച നരകം കൊണ്ട് താക്കീത് ചെയ്ത മൻഹജാണ്. അത് പിശാചിൻ്റെ വഹിയാണ്. അതുകൊണ്ട് തബ്ലീഗ് ജമാഅത്ത് അപകടം പിടിച്ചൊരു ജമാഅത്താണ് എന്ന് തബ്ലീഗുകാരും ഈ സമൂഹവും മനസ്സിലാക്കൽ നിർബന്ധമാണ്. ഞാനിവിടെ നിർത്താണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.